ശ്രീ കുഞ്ഞികൃഷ്ണൻ, അങ്ങയുടെ പുസ്തകം 29-ാം തീയതി പുറത്തേക്ക് വരാൻ പോവുകയാണ്. അതിൽ നേരത്തെ ചില സഖാക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ ബോംബാണോ കാത്തുവച്ചിരിക്കുന്ന ആ പുസ്തകത്തിൽ? ബോംബൊന്നുമില്ല. ഈ പയ്യന്നൂരിലെ സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ചും ഈ സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ചും ഉള്ള വിശദീകരണമാണ് അതിലുള്ളത്. ഇവിടെ ജയചന്ദ്രൻ ചോദിച്ചൊരു കാര്യം, നേരത്തെ നടപടി എടുത്തില്ലേ, പിന്നെ എന്താണ് വിഷയം? നടപടി സാമ്പത്തിക വിഷയത്തിൻ്റെ മേലെ അല്ല എടുത്തത് എന്നതാണ് ജില്ലാ കമ്മിറ്റി, ജില്ലാ നേതൃത്വം പറഞ്ഞത്. കണക്ക് അവതരിപ്പിക്കുന്നതിൽ കാലതാമസമുണ്ടായി എന്നതിൻ്റെ പേരിലാണ് നടപടി എടുത്തത് എന്നാണ് ജില്ലാ നേതൃത്വം പറഞ്ഞത്. ഈ ധനാപഹരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരാളുടെ പേരിലും ഒരു നടപടിയും ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് പറയാൻ സാധിക്കുക. ധനാപഹരണം നടന്നതായി പാർട്ടി കണക്കാക്കുന്നുമില്ല. ശ്രീ കുഞ്ഞികൃഷ്ണൻ, ധനാപഹരണം നടന്നതായി പാർട്ടി സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഈ നടപടി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. രണ്ടാമതൊരു കാര്യം, ഇതിപ്പോൾ ഉന്നയിക്കാൻ ഇടയായ സാഹചര്യം സംബന്ധിച്ച് ടി.ഐ. മധുസൂദനൻ സ്ഥാനാർത്ഥിയായി വരുന്നതിനെ തടയാനാണോ? സ്ഥാനാർത്ഥിയായി വരുന്നതിനെ തടയാനൊന്നും എനിക്ക് സാധിക്കുന്നതല്ല. പാർട്ടി നേതൃത്വമാണ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രശ്നം ഉയർന്നു വരുന്നത്. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ വിഷയം ഉന്നയിക്കാൻ കഴിയുമോ? 2021 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായ വിഷയം 2026 തെരഞ്ഞെടുപ്പിന് ശേഷം സ്വാഭാവികമായും ഉന്നയിക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ 5 വർഷക്കാലം പാർട്ടിക്കുള്ളിൽ നിരന്തരമായി ഉന്നയിച്ച് പരിഹാരം കാണാത്തത് കൊണ്ടാണ് 2026 തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഉന്നയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായത്. അതോടൊപ്പം തന്നെ ഒരു പാർട്ടി കമ്മിറ്റിയിൽ ഒരു വിമർശനം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കപ്പെടുകയാണ്. അപ്പോൾ നിരന്തരമായി പ്രതികാര മനോഭാവത്തോടെ പരാതി ഉന്നയിച്ച ആൾക്കെതിരെ നിലപാടുമായി പോകുമ്പോൾ ഇത് ജനങ്ങൾ അറിയണം എന്നതാണ് എൻ്റെ ഒരു മാനസികാവസ്ഥ. അത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നതാണ് ജയചന്ദ്രനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധ്യപ്പെടുത്താനുള്ളത്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, അങ്ങ് പറഞ്ഞ കാര്യങ്ങളോട് പയ്യന്നൂരിലെ പാർട്ടി സഖാക്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പുറത്തു കണ്ട പ്രകടനങ്ങളും ഭീഷണി പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ സാധാരണ പാർട്ടി പ്രവർത്തകർ അങ്ങ് ഉന്നയിച്ച ആരോപണങ്ങളെ എങ്ങനെ കാണുന്നു? വലിയ തോതിലൊരു പിന്തുണ അങ്ങേക്കുണ്ടോ? സാധാരണഗതിയിൽ സമ്മിശ്ര പ്രതികരണം ഉണ്ടാകും എന്ന് നമുക്കറിയാലോ. ഈ സൈബർ കാലത്ത് പ്രത്യേകിച്ചും അത് പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന് നമുക്കറിയാം. എൻ്റെ പിന്നിൽ ആളുണ്ടോ എന്നുള്ളതല്ല, ഞാൻ എൻ്റെ കൂടെ ഒരാളെ കൂട്ടാനുള്ള ശ്രമവും നടത്തിയിട്ടില്ല. പക്ഷെ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ ഈ പയ്യന്നൂരിലുണ്ട് എന്നതാണ് ഇപ്പോഴുമുള്ള അവസ്ഥ. അപ്പോൾ അത് പ്രകടനപരമായി വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നേതാക്കളുണ്ട്. കാരണം ഒരു പാർട്ടി നിലപാട് സ്വീകരിച്ചാൽ അതാണ് ഔദ്യോഗിക നിലപാട്. അതിൽ നേതാക്കളുണ്ടോ? അങ്ങേക്ക് പിന്തുണ നൽകുന്നവരിൽ ഈ അഭിപ്രായമുള്ള നേതാക്കന്മാരുൾപ്പെടെയുണ്ട്. ഈ അഭിപ്രായങ്ങളുള്ള നേതാക്കന്മാർ വരെ പയ്യന്നൂരിലുണ്ട്. പക്ഷെ അവർക്ക് പരസ്യമായി പ്രതികരിക്കാൻ സാധിക്കില്ല. കാരണം പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ പാർട്ടി നിലപാട് മാത്രമേ അവർക്ക് പറയാൻ സാധിക്കൂ. പാർട്ടി നിലപാടിനനുസരിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഞാൻ പാർട്ടിയിലുള്ളപ്പോഴും പാർട്ടി നിലപാടിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ അത് ഈ പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് അത് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഒരു പ്രകടനപരതയിലേക്ക് അത് വന്നിട്ടില്ല, വരില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാറുള്ളത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ബംഗാളിൻ്റെ അവസ്ഥ നമുക്കെല്ലാം അറിയാം. അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ പാർട്ടി ഇന്ന് അവിടെ തീരെ ഇല്ല എന്ന് പറയേണ്ടി വരും. ഒറ്റക്ക വോട്ടാണ് നമുക്ക് കിട്ടിയത്, ശതമാനം.
6% താഴെയാണ് CPM ലഭിച്ച മുന്നണിക്ക് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത്. കേരളത്തിൽ അസംതൃപ്ത വിഭാഗം എല്ലാ പ്രദേശങ്ങളിലും കൂടിക്കൂടി വരികയാണ്. അതൊരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എപ്പോൾ എത്തിച്ചേരുമെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് കേരളത്തിലെ പാർട്ടി എത്തിച്ചേരാൻ പാടില്ല എന്ന ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഈ നിലയിലൊരു പരസ്യ പ്രതികരണത്തിന് ഞാൻ സന്നദ്ധമായിട്ടുള്ളത് എന്നതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുണ്ട്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, അവസാനമായി ഒറ്റ ചോദ്യം കൂടി. അങ്ങ് പറഞ്ഞു അങ്ങ് വ്യക്തിപരമായി ആർക്കെതിരെയും നീങ്ങുകയല്ല, പക്ഷേ സാമ്പത്തിക നേട്ടം ഉറപ്പായിട്ടും വ്യക്തിപരമായിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അങ്ങനെ സാമ്പത്തിക നേട്ടം ഈ ഫണ്ട് പിരിവിലൂടെ ഉണ്ടാക്കിയ നേതാക്കളെ അങ്ങേക്ക് കൃത്യമായി അറിയാം എന്ന് കൂടിയല്ലേ? അതങ്ങേക്ക് പറയാമെങ്കിൽ തുറന്നു പറയാം. അതെ, വ്യക്തിപരമായി എന്ന് പറയുന്നത് ഈ ചുമതല നിർവഹണം ആരാണോ നടത്തിയത് അവരെ പറയാതെ പോകാൻ സാധിക്കില്ലല്ലോ. ഇപ്പോൾ KP മധു പിന്നീട് വന്ന ഒരാളാണ്. KP മധു 2017 ഡിസംബറിൽ ഏരിയ സെക്രട്ടറിയായി വന്ന ആളാണ്. അതിനുശേഷം ധനരാജ് ഫണ്ട് കൈകാര്യം ചെയ്തത് അദ്ദേഹമാണ്. അയാൾ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് വീട് നിർമ്മാണം ആരംഭിക്കുന്നത്. അപ്പോൾ ആ വീട് നിർമ്മാണത്തിലടക്കം ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് സ്വാഭാവികമായി. KP മധു അതിൽ പ്രതിയാണ്. അപ്പം ആ നിലയിൽ ആരെല്ലോ ആണോ ഈ ചുമതല നിർവഹിച്ചത്, ആ ചുമതല നിർവഹണ ഘട്ടത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഞാൻ പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ചത്. അതല്ലാതെ ഏതെങ്കിലും വ്യക്തികൾക്കെതിരായ അല്ലെങ്കിൽ വ്യക്തിവിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. വ്യക്തിവിരോധം എന്നുള്ളതല്ല ശ്രീ കുഞ്ഞികൃഷ്ണൻ, വ്യക്തിവിരോധം എന്നുള്ളതല്ല, വ്യക്തികൾ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് പ്രകടമായി തന്നെ, അതായത് ഈ പണം അപഹരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടായതായി പുറമേക്ക് കാണുന്ന രീതിയിലുള്ള മാറ്റം അങ്ങേക്ക് കാണാനായോ? പുറമേക്ക് കാണാനുള്ള മാറ്റം ഉണ്ടോയെന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ വ്യക്തിപരമായി അപഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, വളരെ നന്ദി ശ്രീ കുഞ്ഞികൃഷ്ണൻ ഈ ഘട്ടത്തിൽ വളരെ വിശദമായി തന്നെ പ്രതികരിച്ചതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.